റെസിസ്റ്റേഴ്സിനെ രണ്ട് തരത്തിൽ നമുക്ക് ഒരു സർക്യൂട്ടിൽ ക്രമീകരിക്കാം. ഒന്ന് സീരീസ് ആയി അല്ലെങ്കിൽ ശ്രേണി രീതി എന്ന് മലയാളം, ശ്രേണിയിൽ. രണ്ട് സമാന്തരമായി ഓർ പാരലൽ രീതിയിൽ. ഒരു സർക്യൂട്ടിൽ നമുക്ക് റെസിസ്റ്ററുകളെ രണ്ട് തരത്തിൽ ക്രമീകരിക്കാൻ സാധിക്കും. സീരീസ് ആയിട്ട് ഒരു ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ പാരലലായിട്ട് സമാന്തര രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിലും ക്രമീകരിക്കുമ്പോൾ ഓരോ സർക്യൂട്ടിലുമുള്ള വോൾട്ടേജ്, ഇൻറ്റൻസിറ്റി, റെസിസ്റ്റൻസ് ഇവയെക്കുറിച്ചുള്ള അവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഒരു ചിത്രം വരയ്ക്കാം. ഈ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് 2 റെസിസ്റ്ററുകളെ കണക്ട് ചെയ്തിരിക്കുക. ഈ റെസിസ്റ്ററിന് നമുക്ക് R1 എന്ന് പറയാം. R1 അതിൻ്റെ റെസിസ്റ്റൻസ് 2 ohms ആണ്. ഇത് രണ്ടാമത്തെ റെസിസ്റ്ററാണ്. R2 എന്ന് പറയുന്ന റെസിസ്റ്ററാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് 1 ohm ആണ്. ഈ ഓരോ റെസിസ്റ്ററുകളെയും പ്രത്യേകമായിട്ട് 2 വോൾട്ട് മീറ്റർ വെച്ച് ഇതിലൂടെ ഈ റെസിസ്റ്ററിൽ എത്ര വോൾട്ടേജ് ലഭിക്കുന്നുണ്ടെന്നറിയാൻ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്. ഈ R2 റെസിസ്റ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ഒരു വോൾട്ട് മീറ്റർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സർക്യൂട്ടിലെ ആകെ ഇൻറ്റൻസിറ്റി, കറണ്ട് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയാൻ വേണ്ടി, അറിയാൻ വേണ്ടി ഞാൻ ഒരു അമ്മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ടോട്ടൽ വോൾട്ടേജ്, ഈ സർക്യൂട്ടിലെ ആകെ വോൾട്ടേജ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സർക്യൂട്ടിൽ. നമ്മളിതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ സീരീസ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കറിയാം ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് 2 ആണ്, ഇതിൻ്റെ റെസിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ ഇതിനകത്ത് ആകെ അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 2 റെസിസ്റ്ററുകൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ ആ കണക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് പ്ലസ് സെക്കൻഡ് റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാകും 2 + 1 = 3 ആണ്. 3 ohms ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും. എല്ലായിടത്തും സെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻറ്റൻസിറ്റി എത്രയാണോ, ഈ റെസിസ്റ്ററിലൂടെ എത്ര ഇൻറ്റൻസിറ്റി ഉള്ള കറണ്ടാണോ കടന്നു പോകുന്നത് അതേ ഇൻറ്റൻസിറ്റി തന്നെയായിരിക്കും ഈ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്നത്. കാര്യം ഇത് 2 ohm ഇത് 1 ohm ആണെങ്കിലും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ 2 റെസിസ്റ്ററിലൂടെയുമുള്ള കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. സെയിം ആയിരിക്കും രണ്ടുപേരിലും. അതുകൊണ്ട് ഇവിടെ ഇഫക്റ്റീവ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം ടോട്ടൽ ഇൻറ്റൻസിറ്റി സെയിം ആയതുകൊണ്ട് നമുക്ക് ഇൻറ്റൻസിറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല. റെസിസ്റ്റൻസ് രണ്ടിടത്തും 2 ആയിരുന്നു. 2 ഉണ്ട്, 1 ഉണ്ട്, ടോട്ടൽ ഇഫക്റ്റീവ് 3 ഉണ്ട്. അങ്ങനെ 3 ടൈപ്പിൽ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇൻറ്റൻസിറ്റി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് അളക്കാനായിട്ട് നമ്മൾ ആകെ ഒരു അമ്മീറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ അമ്മീറ്റർ റീഡിങ് എത്രയായിരിക്കുമെന്ന് നമ്മൾ കണക്കാക്കാൻ പോവുക. എന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി, പ്രവാഹ തീവ്രത എത്രയാണെന്ന് നമ്മൾ നോക്കാൻ പോവുക. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഓംസ് ലോയിൽ നിന്ന് കിട്ടിയ ഇക്വേഷനാണ്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ V/I = R, വോൾട്ടേജ് ബൈ ഇൻറ്റൻസിറ്റി ഈക്വൽസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതിൽ നിന്ന് നമുക്ക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇൻറ്റൻസിറ്റി I = V/R എന്നാണ് ഈ ഇക്വേഷൻ നമ്മൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. I = V/R. അപ്പോൾ ഇതിലെ ഈ സർക്യൂട്ടിലെ ആകെ ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. I = V6 ആണ്. R എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻറ്റൻസിറ്റി ആണല്ലോ. അപ്പോൾ നമുക്ക്
ഈ 3 വെച്ച് ചെയ്യണം. 2 വെച്ചോ 3 വെച്ചോ അല്ല, 1 വെച്ചോ അല്ല ചെയ്യണ്ടേ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെച്ച് ചെയ്യണം. അപ്പോൾ 6/3 ഈക്വൽസ് 2 ആംബിയർ ആണ് ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടിൽ ഒരു ഇൻറ്റൻസിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ R1 ഉണ്ട്, R2 ഉണ്ട്. അത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം, ഇവിടെ 2 വോൾട്ട് മീറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ്ങുകൾ എത്രയായിരിക്കും? അത് 6 വോൾട്ടാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി എല്ലായിടത്തും ഒരുപോലെയാണെന്ന് പറഞ്ഞതുപോലെ ഈ 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടിടത്തും ഉണ്ടാകുമോ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ചിത്രം നിരീക്ഷിച്ചാൽ അറിയാൻ കഴിയും. ഈ 2 റെസിസ്റ്ററിലൂടെയുമുള്ള വോൾട്ടേജ് സെയിം ആവാൻ സാധ്യതയില്ല. സെയിം ആവുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഇതിനെ മൊത്തം അളക്കാൻ ഒരു വോൾട്ട് മീറ്റർ സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. 2 എണ്ണം ഞാൻ സെറ്റ് ചെയ്തതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജ് വേറെ, ഇതിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജ് വേറെ. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ 6 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് V1 + V2 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജ് പ്ലസ് ഇതിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജ് ഈക്വൽ 6 വോൾട്ട് ആയിരിക്കും. ഈ 6 വോൾട്ട് 2 പേർക്കായിട്ട് ഭാഗിക്കപ്പെടും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്ററിലൂടെ എത്ര വോൾട്ടേജ് കടന്നു പോകും, ഈ റെസിസ്റ്ററിലൂടെ എത്ര വോൾട്ടേജ് കടന്നു പോകും എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. ആരംഭത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയേക്കണ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്റ് 2 ആംബിയർ ആണെന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇനി കണക്കാക്കാൻ പോകുന്നത്, നമ്മളിതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് എത്രയായിരിക്കും എന്ന് നമുക്കിപ്പോൾ തന്നെ പറയാൻ പറ്റും. കാരണം 6 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട് ആയിരിക്കും. ഈ 6 വോൾട്ട് ആയിരിക്കും. പക്ഷേ ഈ V1ഉം V2ഉം ഈ 6 വോൾട്ട് ആയിരിക്കില്ല. അത് നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം, എങ്ങനെയാണെന്ന് നോക്കാം. സെപ്പറേറ്റ് ഇതിൻ്റെ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് അവിടെയും നമുക്ക് അപ്ലൈ ആവുന്ന നിയമം ഏതാണ്? നമുക്ക് V1 കണ്ടുപിടിക്കാം. V1 കണ്ടുപിടിക്കും ഇതിൻ്റെ. അപ്പോൾ V1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഓംസ് ലോ വെച്ചുള്ള ഇക്വേഷൻ തന്നെയാണ് V/I = R. V = IR എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ V1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന I നമുക്ക് 1ഉം 2ഉം ചേർക്കേണ്ട കാര്യമില്ല. കാരണം I എപ്പോഴും 2 തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് I ഇൻറ്റു ഇതിൻ്റെ കാണാനായിട്ട് ഇതിൻ്റെ I ഇൻറ്റു R ആണല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് ഇതിൻ്റെ എത്രയാണ്? 2 ohms, R1 ആണ്. അപ്പോൾ R1 വെച്ചാണ് ഇതിൻ്റെ കാണേണ്ടത്. ഇനി ഇതിൻ്റെ V2 കാണേണ്ടത് എങ്ങനെയായിരിക്കും? V2 നമ്മൾ കാണേണ്ടത് എങ്ങനെയായിരിക്കും? I ഇൻറ്റു R2 ഇതിൻ്റെ റെസിസ്റ്റൻസ് വെച്ച് ഇതിൻ്റെ V2 കാണും. അപ്പോൾ നമുക്ക് V1 ഒന്ന് കണ്ടുപോകാം. V1 = I എന്ന് വെച്ചാൽ നമുക്ക് രണ്ടിടത്തും കോമൺ ആണ്, അത് 2 ആണ്. 2 ഇൻറ്റു R1 2 ആണ് എന്ന് വെച്ചാൽ 4 വോൾട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 4 വോൾട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം V2 നമുക്ക് നോക്കാം. V2 നമ്മൾ നോക്കുമ്പോൾ ഐയുടെ സ്ഥാനത്ത് 2 തന്നെ ഉപയോഗിക്കുന്നു, R2ൻ്റെ സ്ഥാനത്ത് 1 ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 2 വോൾട്ട്. കണ്ടോ? അപ്പോൾ ഇവിടെ 2 വോൾട്ടും ഇവിടെ 4 വോൾട്ടുമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ടോട്ടൽ 4 + 2 6 വോൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? റെസിസ്റ്റൻസ് കൂടിയ സ്ഥലത്ത് ഇത് 2 വോൾട്ടായിരുന്നു. കണ്ടോ? 2 വോൾട്ട് റെസിസ്റ്റൻസ് കൂടിയ ആ റെസിസ്റ്ററിനാണ്, അതിലൂടെയാണ് കൂടുതൽ വോൾട്ടേജ് കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം റെസിസ്റ്റൻസ് ഓരോ ഓം ഉണ്ടായിരുന്ന ഇതിലൂടെ 2 വോൾട്ടാണ് കടന്നു പോയുള്ളൂ. അപ്പോൾ നമുക്ക് ചില പ്രധാനപ്പെട്ട ധാരണകൾ മനസ്സിലാക്കാനായിട്ട് പറ്റി. ഒന്ന്, ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഞാൻ ഓരോന്നായിട്ട് പറയാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി എല്ലായിടത്തും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇൻറ്റൻസിറ്റിയും ഇതിനകത്തുള്ള ഇൻറ്റൻസിറ്റി, ഇതിൽ ടോട്ടലുള്ള ഇൻറ്റൻസിറ്റി എല്ലാം ഒരു സംഖ്യ തന്നെയായിരിക്കും, 2 ആയിരിക്കും. I എല്ലായിടത്തും സെയിം ആയിരിക്കും. I സെയിം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം ആറിനെ കുറിച്ചായിരുന്നു. R എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടി? R എന്ന് വെച്ചാൽ R1 + R2 ആയിരുന്നു.
എന്ന് വെച്ചാൽ സർക്യൂട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 + R2 ആയിരുന്നു. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം വി എ സംബന്ധിച്ച കാര്യമായിരുന്നു. വി എ എങ്ങനെ മനസ്സിലായി? ടോട്ടൽ വോൾട്ടേജ് 6 വോൾട്ട് ആണെങ്കിലും ഈ രണ്ട് റെസിസ്റ്ററുകളിലൂടെയും 6 വോൾട്ട് കടന്നു പോകുന്നില്ല. അതിൽ R1 റെസിസ്റ്ററിലൂടെ 4 വോൾട്ടും R2 റെസിസ്റ്ററിലൂടെ 2 വോൾട്ടുമാണ് കടന്നുപോയത്. അങ്ങനെ ടോട്ടൽ V = V1 + V2 എന്ന് വെച്ചാൽ V1 4 + V2 2, 4 + 2 6. അങ്ങനെ നമുക്ക് കിട്ടി. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്തായിരുന്നു? അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ് കൂടിയ റെസിസ്റ്ററിലൂടെയാണ് വോൾട്ടേജ് കൂടുതൽ കടന്നു പോവുക. എന്ന് വെച്ചാൽ വോൾട്ടേജ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് കൂടുന്തോറും അതിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജും കൂടും. എങ്ങനെ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഈ ചിത്രത്തിലേക്ക് കടന്നു വരാം. ഇത് പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുക. രണ്ട് റെസിസ്റ്ററുകൾ, 2 ഓമിൻ്റെ റെസിസ്റ്ററും 1 ഓമിൻ്റെ റെസിസ്റ്ററും പാരലലായിട്ട് 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ലൈൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ്. ഇനി അതിലേക്ക് ഒരു അമ്മീറ്റർ, ജനറലായിട്ട് ഈ സർക്യൂട്ടിലെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നറിയാൻ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ രണ്ട് റെസിസ്റ്ററുകളിലും സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റൻസിറ്റി എത്രയാണ്, ഇതിൽ എത്ര ഇൻറ്റൻസിറ്റി ഇതിലൂടെ കടന്നു പോകും, ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കുക എന്നറിയാൻ വേണ്ടി 2 അമ്മീറ്ററുകൾ സെപ്പറേറ്റ് ആയിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വോൾട്ടേജ് ഈ 2 റെസിസ്റ്ററുകൾക്കും കോമൺ എൻഡ് ഉള്ളതുകൊണ്ട് രണ്ടും ഒരു എൻഡിൽ നിന്ന് കണ്ടോ, ഈ എൻഡിൽ നിന്നാണ് 2 ഇതും തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഈ എൻഡിൽ നിന്നാണ് 2 റെസിസ്റ്ററുകളും അവസാനിക്കുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2 റെസിസ്റ്ററുകൾക്കും കോമൺ ആയിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനായിട്ട് ഒരു വോൾട്ട്മീറ്റർ മാത്രം എടുത്താൽ മതി. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും, വോൾട്ടേജ് 2 റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ 2ിലൂടെയുള്ള വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരുന്നു, അല്ലേ? ഓർക്കുന്നില്ലേ? റെസിസ്റ്റൻസ് കൂടിയോടത്തേക്കടെ വോൾട്ടേജ് കൂടുതൽ കടന്നുപോയി, റെസിസ്റ്റൻസ് കുറഞ്ഞ റെസിസ്റ്ററിലൂടെ വോൾട്ടേജ് കുറച്ച് കടന്നുപോയി, അല്ലേ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ. പക്ഷേ ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലും കുറവും ആയിക്കോട്ടെ, 2 റെസിസ്റ്ററുകളിലൂടെയും കടന്നു പോകുന്ന വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതേസമയം ഇൻറ്റൻസിറ്റി കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കഴിഞ്ഞതിൽ സീരീസിൽ ഇൻറ്റൻസിറ്റി 2 റെസിസ്റ്ററിലും സെയിം ആയിരുന്നെങ്കിൽ ഇവിടെ ഈ ഇൻറ്റൻസിറ്റി 2 പേരുടെ സെപ്പറേറ്റ് ആയിട്ട് അളക്കാൻ വേണ്ടി നമ്മളിവിടെ 2 അമ്മീറ്റർ സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിലൂടെ കടന്നു പോകുന്ന ഇൻറ്റൻസിറ്റി വേറെ, ഇതിലൂടെ കടന്നു പോകുന്ന ഇൻറ്റൻസിറ്റി വേറെ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചിത്രത്തിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിക്കണം? ഒന്ന്, നമുക്ക് R കണ്ടുപിടിക്കണം. ദെൻ നമുക്ക് വോൾട്ടേജ് എത്രയാണെന്ന് മനസ്സിലാക്കണം. ദെൻ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കണം, അല്ലേ? റെസിസ്റ്റൻസ് 2, 1, ഇതിനെ നമുക്ക് R1 എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് R2 എന്ന് കൊടുക്കാം. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 3 നമ്മൾ സിമ്പിളായിട്ട് എഴുതി. പക്ഷേ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, റെസിസ്റ്ററുകൾ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ഈക്വൽസ് 1/R1 + 1/R2 ആണ്. എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽസ് 1/2 + 1/1 ഈക്വൽസ് 1/R ഈക്വൽസ് 3/2. അപ്പോൾ 1/R റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് 3/2. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആണല്ലോ 3/2. അപ്പോൾ ഇതിനെ റെസിസ്റ്റൻസ് R/1 എന്ന് എഴുതിയാൽ ഇത് 2/3 എന്ന് വരും. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് എത്ര വരും? 2/3 ആണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. എന്ന് വെച്ചാൽ 0.666 അങ്ങനെ പോകുന്നൊരു സംഖ്യ. നമുക്കിവിടെ 2/3 എന്നുള്ള ആ ഒരു ഫ്രാക്ഷൻ എടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2/3 ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു 2/3.
മനസ്സിലായി. ഇനി വോൾട്ടേജിൻ്റെ പ്രത്യേകത, വോൾട്ടേജ് എല്ലായിടത്തും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വോൾട്ടേജ് 6 തന്നെ ആയിരിക്കും. ഇതിനകത്ത് 6 ആയിരിക്കും, ഇതിനകത്ത് 6 ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഐ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമുക്ക് ആകെ ഐ എത്ര വരും, ഇതിൻ്റെ റീഡിങ് എത്രയും ടോട്ടലായി ഈ രണ്ട് സർക്യൂട്ടുകളുടെ ഇഫക്റ്റീവ് ഇൻറ്റൻസിറ്റി എത്ര വരും എന്ന് നമ്മൾ നോക്കാൻ പോവാം. അതിന് നമുക്ക് ഓംസ് ലോ ഉപയോഗിച്ച് അത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓംസ് ലോ V/I ഈക്വൽസ് R, I ഈക്വൽസ് V/R. ഇതാണല്ലോ ഓംസ് ലോ. I ഈക്വൽസ് V/R. അപ്പോൾ നമുക്ക് I നോക്കാം. I ഈക്വൽസ് V മീൻസ് 6 ഡിവൈഡ് 2/3 ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ 6 × 3/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 3 വരും. I 9 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇൻറ്റൻസിറ്റി 9 എന്ന്, ഇഫക്റ്റീവ് ഇൻറ്റൻസിറ്റി 9 എന്ന്, 9 ആംപിയർ എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെപ്പറേറ്റ് ഇതിൽ എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടാവും, ഇതിൽ എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടാവും എന്ന് നമുക്കൊന്ന് നോക്കാം.